ഇന്ന് മാസം കണ്ടാൽ നാളെ നമ്മൾ പ്രധാനപ്പെട്ട 10 ദിവസമാണ് വരാൻ പോകുന്നത്. നാളെയോട് കൂടെ ഇന്ന് മാസം കാണുകയാണെങ്കിൽ 29 ഏറ്റവും നല്ലൊരു സൽക്രമം ഞാൻ പറയണത് നിസ്കാരം തന്നെയാണ്. ആ കുട്ടികളോട് ഇന്നലെ ഞാൻ പറഞ്ഞമാർക്ക് 5 നേരത്തെ നിസ്കാരം റമദാൻ മാസത്തിലൊക്കെ കാട്ടീനമാർക്ക് അവലും വക്തിൽ പള്ളിയിൽ പോയിട്ട് തന്നെ എന്താക്കുക, ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഈ ദിനങ്ങളിൽ അവിടെ ഹാജിമാരൊക്കെ അനുഭവിക്കുന്ന ക്ലേശങ്ങളും ത്യാഗങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കും ചെയ്യുക. അതുപോലെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഒരു പെരുന്നാളിൻ്റെ അന്നൊക്കെ എത്തായിട്ടുള്ള സ്ഥിതിയില്ലേ, അതൊക്കെ നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കണം. പിന്നെ ഹാജിമാർ കിട്ടുന്ന കൂലി മുടക്കില്ലാതെ നമുക്ക് കിട്ടുന്ന ആ പണിയുണ്ടല്ലോ, എപ്പോഴും നമ്മൾ പറഞ്ഞ ആ പണിയുണ്ടല്ലോ. സുബഹി നിസ്കരിച്ചിട്ട് സൂര്യോദയം വരെ ദിക്ർ ചൊല്ലിയിരിക്കുക. ഉദയം കഴിഞ്ഞ് 16 മിനിറ്റ് കഴിഞ്ഞ് 2 റകഅത്ത് ളുഹായോ ഒക്കെ നിസ്കരിച്ചിട്ട് പോവുക. അതിന് പൂർണ്ണമായ ഹജ്ജിൻ്റെ അതൊക്കെ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുക. പിന്നെ നോമ്പ് വിൽക്കുക. 9 ദിവസം നോമ്പാണ്. ആരൊപ്പം നീ ചോദിച്ചു ഈ നോമ്പൊക്കെ അടിസ്ഥാനം ഉണ്ടോന്ന്. മുഹറം 10 നോമ്പുണ്ടല്ലോ 10 ദിവസം, അതിന് മേലെയാണ് ഈ 10 ദിവസത്തിൻ്റെ നോമ്പ്. ഈ 10 ദിവസത്തിൽ പെരുന്നാളുടെ ഒന്നുമില്ല, 9 ദിവസം. അതിൽ 9ാമത്തെ ദിവസം ഉണ്ടല്ലോ അറഫ, അത് എല്ലാ സുന്നത്തുൽമിൻ്റെയും മേലെയാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്താഴ്ച പറയാം. അറഫൻ്റെ നോമ്പിനെ സംബന്ധിച്ചും അമലിനെ പറ്റി നമുക്ക് അടുത്താഴ്ച പറയാം. അങ്ങനെ നല്ല സൽക്കർമ്മങ്ങളിൽ നല്ലൊരു മുന്നേറ്റം നടത്തേണ്ട ദിനങ്ങളാണ് ഇത്. ഈ 10 ദിവസം വളരെ കാര്യമായിട്ട് നോമ്പ് പറ്റിയ പല സ്വാലീങ്ങളെ പറ്റി നമുക്കറിയാം. 10 ദിവസം നോമ്പുണ്ട്. 10 ദിവസം 9 ദിവസം പെരുന്നാളിൻ്റെ പിന്നെ 10 ദിവസത്തിൽ 10ാം ദിവസം പെരുന്നാളാണല്ലോ, അന്ന് നോമ്പ് നിഷിദ്ധമാണല്ലോ. 9 ദിവസം നോമ്പ് എടുക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ 2 ആഘോഷമാണ് നമുക്കുള്ളത്. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമുക്ക് ഇസ്ലാമിൽ ആഘോഷത്തിന് ഒരു അർത്ഥമുണ്ട്. എന്താ, സൽക്രമങ്ങൾ വർദ്ധിപ്പിച്ച നരകമുക്തിയൊക്കെ കിട്ടി എന്നുള്ളത് തോന്നലുണ്ടാവുമ്പോൾ ആഘോഷത്തിന് ഒരു പ്രസക്തിയുള്ളൂ. അത് സൽക്രമങ്ങൾ ചെയ്തിട്ട് നമുക്കിട്ട് തോന്നും. റമദാൻ മാസം അങ്ങനെ തന്നെയാണ്. ആ ഇത്തക്കിൻ്റെ 10 അല്ലേ, അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു ആഘോഷം ഉണ്ടാവും. ആ ആഘോഷമാണ് അവിടെ. ഇവിടെ നരകമോക്ഷം ആളുകൾക്ക് ലോകത്ത് ഏറ്റവും നടക്കണ അറഫൻ്റെ എന്നാണ്. അവിടെ ഞാൻ അന്നാട് നോക്കാൻ വെച്ചിട്ട് കാര്യമില്ല. ഈ 10 ദിവസം മെനക്കെടണം.